10 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അത് വെറും 5 മിനിറ്റിൽ കിട്ടിയാലോ? ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന 5 നിർണായക പാഠങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു നിമിഷം ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ എന്തിന്റെ പുറകെയാണ് ഈ ഓടുന്നത്? കൂടുതൽ പണം, വലിയൊരു വീട്, അല്ലെങ്കിൽ വില കൂടിയൊരു കാർ, ഇതൊക്കെ കിട്ടിയാൽ നിങ്ങൾ സന്തോഷവാനാകുമോ? ചിലപ്പോൾ നമ്മൾ തേടി നടക്കുന്ന ആ വലിയ നിധി നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ടാകും. നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു കുഞ്ഞിക്കിളി പ്രായം ചെന്നൊരു പക്ഷിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. എന്നിട്ട് ആകാംക്ഷയോടെ ചോദിച്ചു, ഞാനൊരു വിലപ്പെട്ട നിധി തേടി നടക്കുകയാണ്. എല്ലാവരും അതിനെ ആകാശമെന്നാ വിളിക്കുന്നത്. അതെവിടെയാണെന്നിട്ട് പറഞ്ഞു തരാമോ? ഇത് കേട്ടപ്പോ ആ വലിയ പക്ഷി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീ ഇപ്പോ പറക്കുന്നില്ലേ? നീ ഈ കാണുന്ന മേഘങ്ങളും സൂര്യനുമെല്ലാം ഇതെല്ലാം ആ ആകാശത്തിന്റെ ഭാഗമാണ്. നീ ജനിച്ച അന്നുമുതൽ നീ ആ ആകാശത്തിൽ തന്നെയാണ്. അപ്പോ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നതും ഇതുതന്നെയാണ്. നമ്മൾ വിജയം, സന്തോഷം എന്നൊക്കെ പറഞ്ഞ് തേടി നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. നമ്മളത് കാണുന്നില്ലെന്ന് മാത്രം. അതുപോലെ ഈയൊരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ പഠിച്ച 5 പ്രധാനപ്പെട്ട പാഠങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്, നമ്മുടെ ഗെയിം പ്ലാൻ. ആദ്യം പണത്തേക്കാൾ സമയത്തിന് വില കൊടുക്കുക. പിന്നെ ഡിഗ്രിയേക്കാൾ കഴിവുകൾക്ക് പ്രാധാന്യം നൽകുക. 3ാമത് പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുക. 4 നമ്മുടെ കൂടെയുള്ളവരെ ശ്രദ്ധിച്ചു തെരഞ്ഞെടുക്കുക. അവസാനം റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് തുടങ്ങാം, അല്ലേ? അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ പോയിന്റ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെ. എന്തുകൊണ്ടാണ് നമ്മൾ സമയത്തിന് പണത്തേക്കാൾ വില കൊടുക്കണം എന്ന് പറയുന്നത്? ഇതാണ് രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, അല്ലേ? പണം അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, പക്ഷെ കടന്നുപോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരികെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട സ്വത്ത് സമയമാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം പറയാം. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ കുറഞ്ഞ പണം കിട്ടുന്ന ജോലികളൊക്കെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. എന്താ, വലിയ ക്ലയൻസ് വരുമെന്ന് കരുതി കാത്തിരുന്നു. സത്യത്തിൽ പണത്തിന് പിന്നാലെ പോയിട്ട് ഞാൻ പാഴാക്കിയത് എന്താണെന്നറിയോ? അനുഭവം നേടാനുള്ള എൻ്റെ വിലപ്പെട്ട സമയമാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനും നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. വ്യത്യാസം വരുന്നത് നമ്മൾ ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ശരിക്കു പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം ചിലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ആ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്നത്തെ ഈ ലോകത്ത് ശരിക്കും പിടിച്ചു നിൽക്കാൻ നമുക്കെന്താണ് വേണ്ടത്? നോക്കൂ, ഒരു ഡിഗ്രി ചിലപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂ റൂം വരെ എത്തിച്ചേക്കാം. അത് വാതിൽ തുറന്നു തരും, ശരിയാണ്. പക്ഷേ ആ ജോലിയിൽ മുന്നോട്ട് പോവാനും ശരിക്കും വിജയിക്കാനും നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ കഴിവുകളാണ്, അല്ലാതെ സർട്ടിഫിക്കറ്റുകളല്ല. നിങ്ങൾ ഏതു ഫീൽഡ് വേണമെങ്കിലും തിരഞ്ഞെടുത്തോ. അത് കോഡിംഗ് ആവാം, സെയിൽസ് ആവാം, ഡിസൈനിങ് ആവാം, എന്തും. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണം: ആ ഫീൽഡിലെ ഏറ്റവും മികച്ച 10% ഒരാളാവുക. കാരണം ഈ ലോകം വില കൽപ്പിക്കുന്നത് അസാധാരണമായ കഴിവിനാണ്. ഇനി ഇതിലൊരു അടുത്ത ലെവലുണ്ട്. ഒരു പ്രത്യേക കഴിവ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നേക്കാം. പക്ഷെ ഒന്നിൽ കൂടുതൽ കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്നത് സ്വാതന്ത്ര്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം, ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം. ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷെ സ്കൂളിലൊന്നും ആരും പഠിപ്പിക്കാത്ത, പക്ഷെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യത്തിലേക്കാണ്: പണം കൈകാര്യം ചെയ്യൽ. ഈയൊരു ഐഡിയ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും വെറുതെ ചിലവഴിക്കാനുള്ള ഒന്നായി കാണരുത്. പകരം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം കൊണ്ടുവരാൻ അയക്കുന്ന പടയാളികളായി കാണുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അപ്പോൾ ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും? അതിന് സിമ്പിളായ ഒരു വഴിയുണ്ട്: 50-30-20 റൂൾ. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക. 20% കുറ്റബോധമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 30% അത് സമ്പാദ്യത്തിനും നിക്ഷേപങ്ങൾക്കുമായി മാറ്റിവെക്കണം. ഈ 30%മാണ് നിങ്ങളുടെ ഭാവിയുടെ അടിത്തറ. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം, സ്കിൽസ്, പണം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ ശരിയായ ട്രാക്കിൽ പോകണമെങ്കിൽ വേറൊരു കാര്യം കൂടി വളരെ പ്രധാനമാണ്: നമ്മുടെ കൂടെയുള്ളവർ. നിങ്ങളുടെ സൗഹൃദ വലയം നിങ്ങളുടെ ഭാവിയെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഈയൊരു പറച്ചിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ആരുടെ കൂടെയാണോ ചിലവഴിക്കുന്നത്, അവരുടെ ചിന്തകളും ശീലങ്ങളും കാഴ്ചപ്പാടുകളുമെല്ലാം നമ്മൾ അറിയാതെ നമ്മളിലേക്കും വരും.
സംഗതി സിമ്പിളാണ്. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഒന്നുകിൽ നിങ്ങളെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ താഴേക്ക് വലിച്ചിടാനും പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെക്കാൾ മികച്ചവരാകാൻ പ്രചോദനം നൽകുന്ന ആളുകളെ മാത്രം കൂടെ നിർത്താൻ ശ്രമിക്കുക. അപ്പോ നമ്മുടെ ബ്ലൂ പ്രിന്റിലെ അവസാനത്തെ പോയിന്റിലേക്ക് നമ്മളെത്തി. ഇത് ചിലപ്പോൾ കുറച്ച് ധൈര്യം വേണ്ട ഒന്നാണ്. സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ സഹായിക്കുന്ന ഒരു ചിന്താഗതി. എപ്പോഴും സേഫായിട്ട് മാത്രം കളിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ കരിയറിനെ കൊല്ലും. അതാണ് സത്യം. യഥാർത്ഥ വളർച്ച എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്താണ്. അങ്ങോട്ടെത്തണമെങ്കിൽ നമ്മൾ ബുദ്ധിപരമായ കണക്കുകൂട്ടിയ റിസ്കുകൾ എടുത്തേ പറ്റൂ. ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല. സ്റ്റീവ് ജോബ്സിന്റെ കഥ നോക്കൂ. സ്വന്തമായി തുടങ്ങിയ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷെ അദ്ദേഹം അവിടെ തളർന്നു നിന്നില്ല. ആ പരാജയത്തെ അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കി മാറ്റി. അതാണ് ശരിയായ മൈൻഡ് സെറ്റ്. അപ്പോ ഇതാണ് നമ്മുടെ ആ 5 ഘട്ട ബ്ലൂ പ്രിന്റ്. എല്ലാം കൂടി ഒന്ന് ചേർത്ത് നോക്കാം. ഈ 5 കാര്യങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവയല്ല. സമയം, കഴിവ്, പണം, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ മനോഭാവം, ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് നിങ്ങളുടെ വളർച്ചയുടെ വേഗത ശരിക്കും കൂടുന്നത്. നോക്കൂ, ഈ പാഠങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ എനിക്ക് 10 വർഷം വേണ്ടിവന്നു. പക്ഷേ നിങ്ങൾക്ക് അത്രയും സമയം വേണ്ടിവരില്ല. ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്?